ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്കിൻ കെയർ റൂട്ടീനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മദ്രസയിൽ പോയി വരുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഓന് സ്കൂളിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കലാണ്. പിന്നെ ഇലൂന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് മുട്ടയാണ് കൊടുക്കൽ. ഓന് ഭക്ഷണം കഴിക്കൂല. അപ്പോൾ ഇത് മുട്ട കൊടുത്താൽ തന്നെ ചില ദിവസം കഴിക്കും, ചില ദിവസം കരഞ്ഞിട്ട് കഴിക്കാണ്ട് പോലാന്ന്. ഇനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ചായ വെക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും എല്ലാം ആണ്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിന് രാത്രി ദോശയ്ക്കുള്ള അരിയും പിന്നെ കടലയും പൊതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേക്ക് ഇതാണ് ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചായക്ക് വെള്ളം വെക്കുന്നതിന് മുന്നേ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടുന്നുണ്ട്. ഇനി ഫുഡിൻ്റെ പണി തുടങ്ങുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയാലേ സമാധാനം ഉണ്ടാവും. വൃത്തിയിൽ ചെയ്യുമ്പോഴേ നമുക്കത് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കിട്ടൂ. അലക്കലും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചെയ്താൽ ഫുഡാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അലക്കും കഴിയും. ഇനിയിപ്പോൾ ഇതാ ഞാനും നിയാസ്ചാവും ഉമ്മാവും കൂടി ചായ കുടിക്കലാന്ന്. ഈ ഒരു സമയത്ത് ചായക്ക് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും. അങ്ങനെ ഇതാ ഉമ്മ കായ ഹൽവാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ആക്കിയതാണ്. ഇനിയിപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കലാന്ന്. കടലക്കറിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിനി. വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. ഇതാ ഇന്നലെ രാത്രി പൊതിർത്തി വെച്ചായിരുന്നു. ഇത് 250 ഗ്രാംസ് കടലയുണ്ട്. ഇത് നല്ലപോലെ കഴുകിയിട്ട് ഇതിലേക്ക് ഒരു സവാളയും ഒരു വലിയ തക്കാളിയും ഒരു 3-4 പച്ചമുളകും കൂടി കട്ട് ചെയ്തിടുന്നുണ്ട്. ഇത് റഫായിട്ട് കട്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡറെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ കുറഞ്ഞ വെള്ളം, കടല വേവുന്നതിന് അനുസരിച്ചിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കലാന്ന്. കടല വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ദോശ ഉണ്ടാക്കലാന്ന്. ഇതിൽ ചോറൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശയുടെ റെസിപ്പിയാണ്. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്, പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 പിടി, നമ്മുടെ കയ്യിൽ 3 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ കുറഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു തിക്ക് പേസ്റ്റ് ആകുന്ന രീതിയിൽ വേണം കുറഞ്ഞ വെള്ളം ഒഴിക്കാനിട്ടാ. ഇനി നമുക്കൊരു 2-3 പ്രാവശ്യമായിട്ട് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ഇതാ അരച്ച് കഴിഞ്ഞിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. ഇതിനൊരു 3 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്
നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കടലിൻ്റെ ബാക്കി പണി ഉമ്മയാന്നിട്ട് ചെയ്തിന്. 1 കപ്പ് തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൂട്ടിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ എൻ്റെ ചാനലിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ദോശ ചുട്ടെടുക്കലാന്ന്. ഈ ദോശ ചുടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പണിയെല്ലാം ഇടയ്ക്ക് ചെയ്യുക. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക, പാത്രം കഴുകുക, പിന്നെ ഡ്രസ്സ് മടക്കി വെക്കുക, അങ്ങനെയെല്ലാം ചെയ്യുക. എനിക്ക് ഈ ദോശ ചുട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കിച്ചണിൽ ഏകദേശം ബാക്കി പണിയെല്ലാം കയ്യിലുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാൻ വിൻ്റർ സ്പെഷ്യലായിട്ട് ഒരു സ്കിൻ കെയർ കാണിച്ചു തരാം. സിമ്പിളാണ് കേട്ടോ. നമ്മൾ സാധാ കോക്കനട്ട് ഓയിലില്ലേ, അതൊരു 2 ഡ്രോപ്സ് ഇതുപോലെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ആക്കുക. നമ്മുടെ ഫിംഗർ ടിപ്സിൽ നല്ലോണം ആകുന്ന പോലെ ആക്കുക. ഇത് നമ്മൾ ഫേസിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ പണിയെടുക്കുന്ന ആ ഒരു സമയം ചെയ്താൽ പണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് വിൻ്ററിലെല്ലാം നല്ലതാണ് കേട്ടോ. മുഖം ഡ്രൈ ആകുന്നതിനും ഒരു നല്ലൊരു ഗ്ലോ കിട്ടും. ഞാൻ ഇതുപോലെ എടുത്ത് ചെയ്യലുണ്ട്. പണിയെല്ലാം വേഗം വേഗം തീർത്ത് വെക്കാൻ നോക്കലാന്ന്. ആയിട്ടുള്ള പണി ഉണ്ടാവില്ല. പിന്നെ വൈകുന്നേരത്തിന് ശേഷമാണ്. ഇതാ ദോശ ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് 2 കൽത്തപ്പം പോലെ ആക്കിയിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ആക്കിയിട്ട് അതേ ബാറ്ററിൽ തന്നെ കൽത്തപ്പം പോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളി കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ക്ലീനിങ് ഒന്നുമില്ല. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം കഴുകിയെടുത്ത് കൗണ്ടർ ടോപ്പ് ചെറുങ്ങനെ ക്ലീൻ ചെയ്യുക. ഇനി ഇതാ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കലാന്ന്. രാത്രിത്തെ ബീഫ് കറീൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ടായിനി. പിന്നെ ഇതാ കുറച്ച് ആണപ്പത്തിലുണ്ട്. ഇലൂന് ടിഫിനിൽ ആണപ്പത്തിലാണ് കേട്ടോ കൊടുത്തിനി. ഇനിയിപ്പോൾ ഇതാ ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യലാന്ന്. ദോശ ചുട്ടുകൊണ്ട് തന്നെ കുറേ പണി ഒഴിവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അലക്കും ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതുപോലെയല്ലാന്ന് രാവിലത്തെ റൂട്ടീൻ. ഇപ്പോൾ എല്ലാ ദിവസം ഓരോ രീതിയിലല്ലാന്ന് കേട്ടോ. കിച്ചൺ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനായി. ഇനി ഇതാ കുഞ്ഞിനെ ഫ്രഷാക്കി ഓനെ ഡ്രസ്സെല്ലാം ഇട്ട് ഇനി ഓൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യലാന്ന്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂട്ട ഇന്നത്തെ വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലത്തെ പുതിയ റെസിപ്പീസും വ്ലോഗ്സുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബൈ.